ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചോക്ലേറ്റാണ്. നിങ്ങൾ വിചാരിക്കും ഇതിലെന്തിപ്പോൾ പ്രത്യേകതയെന്ന് വിചാരിക്കും. പക്ഷേ ഇതിലൊരുപാട് പ്രത്യേകതയുണ്ട്. പ്രത്യേകത ഇത് ഇവിടുത്തെ നമ്മളെ നാട്ടിലെ ചോക്ലേറ്റൊന്നും അല്ല, ഇത് കൊടൈക്കനാലിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ ടേസ്റ്റും സൂപ്പർ ടേസ്റ്റാണ്. ഇതിൽ എന്തെല്ലാം കളേഴ്സ് ഉണ്ടെന്ന് നോക്കി. വൈറ്റ്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ, എല്ലാ കളേഴ്സും, റെഡ്, എല്ലാ കളേഴ്സും ഇതിലുണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര ടേസ്റ്റും ഉണ്ട്. നമ്മളെ നാട്ടിൽ ഇവിടെ കിട്ടുന്ന ചോക്ലേറ്റിനേക്കാളും ഒരുപാട് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഈ ചോക്ലേറ്റിന്. പറഞ്ഞപ്പോൾ തന്നെ വായിന്ന് കപ്പലോടുന്നുണ്ട്. ഇതിപ്പോൾ ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ കൊടൈക്കനാലിൽ കോളേജിൽ നിന്ന് ടൂർ പോയിരുന്നു. ആ സമയത്ത് എൻ്റെ മോൾക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതാണ്. അവളെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചു. പക്ഷേ ഇതിപ്പോൾ പകുതിയേ ഉള്ളൂ. പകുതിയും നമുക്ക് ഈ ചോക്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ, ഈ മധുരം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൺട്രോൾ പോകും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കഴിക്കും. അപ്പം ഞാൻ അവളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞ് ഇതിങ്ങനെ വെച്ചേക്കരുത്, വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇത് കുറഞ്ഞു വരും. അപ്പോൾ അവൾ പറയുന്നത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് തിരിച്ച് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇതിപ്പം എടുത്തെന്ന് വെച്ച് എനിക്ക് കൊടൈക്കനാലിൽ പോയി വാങ്ങിച്ചു കൊടുക്കാൻ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇനി ബാലൻസ് ഉള്ളതെങ്കിലും അടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ടുള്ള കേൾക്കുന്നില്ല. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഇപ്പം തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് 2-3 എണ്ണം എൻ്റെ വയറ്റിൽ പോയി. അപ്പോൾ ഇനി ഇത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അപ്പം നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഹൽവയല്ല ഈ വെച്ചിരിക്കുന്നത്. ഹൽവയൊന്നുമല്ല, നല്ല അടിപൊളി ചോക്ലേറ്റാണ്. നല്ല ടേസ്റ്റുള്ള അടിപൊളി ചോക്ലേറ്റാണ്. ഇത് എന്താ പറയണമെന്ന് അറിയില്ല. ഇതെന്തായാലും തിരിച്ചുകൊണ്ട് വയ്ക്കാൻ, വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ വയറ്റിൽ പോവും. അപ്പം ഞാൻ തിരിച്ചുകൊണ്ട് വയ്ക്കാൻ പോവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.